Hi friends, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് കീഴിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ആലപ്പുഴ ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ പട്ടികജാതി മുൻഗണന വിഭാഗത്തിൽപ്പെട്ട പുരുഷ ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള കാഷ്വൽ ലേബറർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. 5ാം ക്ലാസ് വിജയിച്ചതും ബിരുദ യോഗ്യതയില്ലാത്തതും ലാസ്റ്റ് ഗ്രേഡ് ജോലികൾക്ക് രേഖാമൂലം സമ്മതം നൽകിയിട്ടുള്ള തഴക്കര, തെക്കേക്കര, ചുനക്കര, നൂറനാട് പഞ്ചായത്തുകളിൽ സ്ഥിര താമസമുള്ള പട്ടികജാതി മുൻഗണന വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർ നിങ്ങളുടെ ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ്, എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡ്, അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം നവംബർ 8 മാവേലിക്കര എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തേണ്ടതാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 41 വയസ്സ് വരെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ കെയർടേക്കർ മെയിൽ, കെയർടേക്കർ ഫീമെയിൽ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒഴിവ് വന്നിട്ടുണ്ട്. കെയർടേക്കർ മെയിൽ തസ്തികയിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് PDC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ സംസ്ഥാന പിന്നാക്ക സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ശിശു സംരക്ഷണ സ്ഥാപനത്തിൽ കെയർ ഗീവറായി 1 വർഷത്തെ പരിചയവും നല്ല ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. കെയർടേക്കർ ഫീമെയിൽ തസ്തികയിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് PDC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകരിച്ച ഏതെങ്കിലും ശിശു സംരക്ഷണ സ്ഥാപനത്തിൽ കെയർ ഗീവറായിട്ടുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പ്രായപരിധി വരുന്നത് 2023 ജനുവരി 1 18 41 ഇടയിലായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നവംബർ 4 പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്തത് കൊല്ലം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നിലമേൽ കടക്കൽ ഗ്രാമപഞ്ചായത്തുകളിലെ അംഗനവാടികളിലേക്ക് ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ വനിതകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വർക്കർ തസ്തികയിൽ SSLC പാസ്സായവരും ഹെൽപ്പർ തസ്തികയിലേക്ക് SSLC പാസ്സാകാത്തവരും എന്നാൽ എഴുതാനും വായിക്കാനും അറിയുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം നവംബർ 1 മുതൽ നവംബർ 20 ICDS കാര്യാലയത്തിൽ സമർപ്പിക്കണം. പ്രായപരിധി വരുന്നത് 18 മുതൽ 46 വയസ്സ് വരെയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും താൽക്കാലിക സേവനം ചെയ്തവർക്കും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ICDS ഓഫീസിൽ നിന്നും അതായത് പഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോന്നി ശിശുവികസന പദ്ധതി ഓഫീസിൻ്റെ പരിധിയിലുള്ള തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിൽ വർക്കർമാരെയും ഹെൽപ്പർമാരെയും നിയമിക്കുന്നതിന് 18 46 ഇടയിൽ പ്രായമുള്ള തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷയുടെ മാതൃക കോന്നി ശിശുവികസന പദ്ധതി ഓഫീസിലും തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ കോന്നി ശിശുവികസന പദ്ധതി ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മാർഗമോ ശിശുവികസന പദ്ധതി ഓഫീസർ, ശിശുവികസന പദ്ധതി ഓഫീസ് കോന്നി, കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ട്, ഇളക്കൊള്ളൂർ PO, കോന്നി 6896 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 10 വൈകുന്നേരം 5 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ജനറൽ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ECG ടെക്നീഷ്യനെ നിയമിക്കുന്നുണ്ട്. എഴുത്തുപരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. യോഗ്യത വരുന്നത് PSC അംഗീകരിച്ച ECG ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സിൽ താഴെയാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ 1 രാവിലെ 11 മണിക്ക് ഗവൺമെൻറ് ജനറൽ ആശുപത്രി ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം കാസ്പിന് കീഴിൽ റേഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് MD അല്ലെങ്കിൽ DNB അല്ലെങ്കിൽ DMRD ആണ്. പ്രായപരിധി വരുന്നത് 45 വയസ്സ് വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ 1 രാവിലെ 11:30 IMCH സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവേണ്ടതാണ്. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ കാവാലം ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം നവംബർ 6 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം.
അടുത്തത് ആലപ്പുഴ ജില്ലയിൽ പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല സുരക്ഷയ്ക്കായി ദിവസവേതനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റിയെ നിയമിക്കുന്നുണ്ട്. കുട്ടനാട് താലൂക്ക് പരിധിയിൽ താമസിക്കുന്ന വിമുക്ത ഭടന്മാർക്കാണ് അവസരം വന്നിട്ടുള്ളത്. പ്രായപരിധി വരുന്നത് 50 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും അനുബന്ധ രേഖകളും സഹിതം സൂപ്രണ്ട് താലൂക്ക് ആശുപത്രി പുളിങ്കുന്ന് പിൻ നമ്പർ 688504 എന്ന വിലാസത്തിൽ നവംബർ 7-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ അധീനതയിലുള്ള ചെങ്ങന്നൂർ സൈനിക റെസ്റ്റ് ഹൗസിലേക്ക് കെയർടേക്കർ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള വിമുക്ത ഭടന്മാർ ആശ്രിതർ നവംബർ 4-നകം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.